കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. സലിം കുമാറിന്റെ സ്മരണകൾ പുതുക്കി SNM കോളേജിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. SNM കോളേജിന്റെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളായ സ്മൃതി മംഗലം, സാഗർ റൈറ്റേഴ്സ് ഫോറം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഭരത് സലിം കുമാർ അനുസ്മരണം നടന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വിദ്യാർത്ഥിയായ ഭാവന കൃഷ്ണയുടെ പ്രാർത്ഥനയോട് കൂടി ആരംഭിച്ച യോഗം യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. വളരെ സ്വാഭാവികമായി അദ്ദേഹം ഹാസ്യം അഭിനയിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ആർത്തടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെയൊക്കെ മാനസികമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഥാപാത്രങ്ങളിലേക്ക് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. കലാകാരന്മാരുടെ പ്രത്യേകത അവർ കാലാധിപത്യമായി ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം 56 വയസ്സിൽ ആണ് മരണപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടതിന് ശേഷമുള്ള വാർത്തകൾ വായിക്കുമ്പോൾ വളരെ 56 വയസ്സിനൊരു വലിയ പ്രായമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആരോഗ്യം കൂടുതലുള്ള കാരണം കൂടിയാണ് 56 വയസ്സെന്നുള്ള വലിയൊരു പ്രായമില്ല. രാഷ്ട്രീയത്തിൽ ഒട്ടുമല്ല, എനിക്കൊന്നും സിനിമയിലുമല്ല. പലപ്പോഴും അവരേറെ കാലങ്ങൾ കഷ്ടപ്പെട്ട് കാത്തിരുന്നതിനുള്ള അവസരങ്ങൾ കിട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പ്രായം എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകളുടെ ഒരു പ്രായമൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു ചെറിയ പ്രായം കൂടിയാണ്. പക്ഷെ ആ പ്രായത്തിനിടയിൽ തന്നെ അദ്ദേഹം മുമ്പുള്ള സിനിമകൾ ചെയ്തു. SNDP സഭാ പ്രസിഡന്റ് KV ആനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത TH സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ, തൃശൂർ പോലീസ് അക്കാദമിയിലെ SP-യും അസിസ്റ്റന്റ് ഡയറക്ടറുമായ മുഹമ്മദ് ആരിഫ് IPS, മലയാളം മനോരമ ബിസിനസ് എഡിറ്റർ N ജയചന്ദ്രൻ, SNDP സഭാ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യം, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ NM പിയേഴ്സൺ, സിനിമ ആർട്ടിസ്റ്റുകളായ രാജേഷ് പറവൂർ, വിനോദ് കെടാമംഗലം, സ്മൃതിമംഗലം പ്രസിഡന്റ് രാജേഷ് CS, സാഗർ റൈറ്റേഴ്സ് ഫോറം പ്രതിനിധി രവി കണ്ണൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. കോളേജ് മാനേജർ D മധു നന്ദി പറഞ്ഞ സമ്മേളനത്തിൽ അധ്യാപക വിദ്യാർത്ഥികളും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും SNM കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ കോളേജിലെ ഭരത് അവാർഡിന് അർഹനായ ഒരേയൊരു പൂർവ്വ വിദ്യാർത്ഥി, ലൈംലൈറ്റിൽ നിൽക്കുന്ന വലിയൊരു താരത്തിന്റെ യാതൊരു ജാടകളുമില്ലാതെ സാധാരണക്കാരനെ പോലെ നമ്മോട് പെരുമാറിയ മഹത്വം എഴുതി പ്രസിദ്ധീകരിച്ച ഒരേയൊരു പുസ്തകമായ ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൽ എൻ്റെ SNM-ന് സ്നേഹപൂർവ്വം എന്നെഴുതി ഒപ്പിട്ട് തന്ന സലിം കുമാർ. ലാഫിംഗ് വില്ലേ എന്ന് വീടിന് പേരിട്ട ആ വലിയ കലാകാരന്റെ ചിരി ഓർമ്മകളെ പങ്കുവെക്കുന്ന എന്ന് തോന്നുന്ന വിധത്തിൽ ചിരി ഓർമ്മകൾ എന്നുള്ള ഒരു പേര് നമ്മൾ സ്വീകരിച്ചാലും ആ പേരിട്ടാലും ഈ ഒരു അനുസ്മരണത്തിൽ വാസ്തവത്തിൽ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിരികളോടൊപ്പം മനുഷ്യ സംഘർഷങ്ങളെയും മാനസിക വ്യാപാരങ്ങളെയും ഒക്കെ സൂക്ഷ്മമായിട്ടുള്ള ഗൗരവ മുഹൂർത്തങ്ങളെ ഏറെ ഭംഗിയായി അവതരിപ്പിച്ച് നമ്മുടെയൊക്കെ കണ്ണ് നനയിച്ച നടനാണ്. ശ്രീനാരായണ ഗുരുദേവനാണ് അവിടുത്തെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും HMDP സഭയുടെ HMDP സഭ എന്ന് വെറുതെ വന്നപ്പോൾ വളരെയേറെ ഹിന്ദു മത ധർമ്മ പരിപാലന സഭ, വളരെയേറെ ഹിന്ദു മത ധർമ്മ പരിപാലന സഭ എന്ന് പറയുമ്പോൾ കുറേ പേരൊക്കെ തെറ്റിദ്ധരിച്ചു. ഈ ഹിന്ദു മത ധർമ്മം എന്ന് പറയുമ്പോൾ അത് സവർണ ആളുകളുടെ ഒരു പ്രത്യേക താല്പര്യമുള്ള ഇതായിരുന്നു ഹിന്ദു മതം. ഒരു കാലം, എല്ലാ കാലത്തും അല്ല, തുടങ്ങിയ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ
ഇവിടെ ഹിന്ദുമത ധർമ്മ വിവാദ സഭ എന്ന പേരുള്ളതുകൊണ്ട് ഇവിടെ HMDP സഭയുടെ പ്രധാന മാർഗദർശി ശ്രീനാരായണ ഗുരുദേവനും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ. സലിം കുമാറിന്റെ ജീവിതവും സിനിമയും പരാമർശിക്കപ്പെട്ട അനുസ്മരണ ചടങ്ങ് അദ്ദേഹത്തിന്റെ മരണമില്ലാത്ത ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.